പക്ഷേ പറയട്ടെ സുഹൃത്തെ, അത്ര കൺജസ്റ്റഡാണോ കിങ്ങേ? സൂറത്തു എല്ലാ മതവും അങ്ങനല്ലേ കണ്ണ? എല്ലാ നിങ്ങൾക്ക് മതവും വിശ്വാസിയാവാൻ പാടില്ല. അങ്ങനല്ല, എല്ലാ മതവും എല്ലാ അങ്ങനല്ല, മതവും അങ്ങനെ തന്നെയാണ്. അങ്ങനെയൊന്നുമല്ല. ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ഏത് മതമാണ് ബാലൻസ് ഇത്ര ചെയ്ത് അങ്ങനെ പിന്നെ പറയുന്നത്? അല്ല എല്ലാ മതത്തിലും അവര് പ്രിവിലേജാ. എല്ലാ മതത്തിലും ആ വിശ്വാസികൾ പ്രിവിലേജ്. ഇത് നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോട്ടെ. ഇത് വെച്ചിട്ടാണ് ഇപ്പൊ ജാക്കി ജാഫർ കുറ്റാന്ന് പറയുന്നത്. ഒറ്റ ചോദ്യം നിർത്തുവാണ്. താങ്കൾ ഈ പറഞ്ഞ എടാ ആർക്കേലും ഒരു ലോജിക്കുള്ള ഒരാൾ ഏത് സംസാരിക്കണോ? അല്ല ഏത് മതത്തിലാ ഉള്ളതെന്ന് കിങ് ഒന്ന് പറഞ്ഞേ. ഈ ശിർക്ക് ഇതേ രീതിയിൽ തന്നോട് ചേർന്നാണ് പറഞ്ഞത്. കേൾക്കട്ടെ, എല്ലാ മതവും പക്ഷേ എന്നല്ല അതൊഴിച്ചുള്ള മറ്റു കുറ്റങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. ഈ ഷിർക്ക് ഒഴിച്ച് മറ്റെല്ലാ കുറ്റങ്ങളും പുറത്തു കൊടുക്കും. അമ്മയെ വ്യഭിചരിച്ചാൽ പോലും പുറത്തു കൊടുക്കും. പക്ഷെ ഷിർക്ക് പുറത്തു കൊടുക്കൂല. അങ്ങനെയല്ല. അങ്ങനെയാണ്. എടാ ആരും നോക്കിക്കോ. സൂറത്ത് 4:48 സൂറത്തു നിസാ ആയത്ത് 48. ബാക്കി നിന്റെ ഉമ്മയും മണ്ണിയാലും നീ പുറത്തു അങ്ങനെ പോലെ എന്തെങ്കിലും പറയാൻ തിരക്ക് പറഞ്ഞാൽ മാത്രം മതി. എല്ലാം ഒരു ചേട്ടന്റെ അങ്ങനെ നമുക്ക് പോകണം. അങ്ങനെ അത്രയും നമ്മൾ ട്രിഗർ ആകേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം ചോദിക്കുക അങ്ങനെ പോലെ. ഞാൻ വായിച്ചതേ. എടാ ഞാനും വായിച്ചല്ലേ. മറ്റെല്ലാ കുറ്റങ്ങളും പുറക്കും. എല്ലട ജാക്കിജാനെ സൂറത്ത് നിസാന്റെ അർത്ഥം അങ്ങനെയാണ്. 4:48. നീ തക്കിയ പറയുന്നു. ഞാൻ എന്തിനു കള്ളം പറയുന്നേ? നീ എല്ലാരും നോക്കിക്കോ. നീ വെളുപ്പിക്കുന്നു. ഞാൻ കിങ് പറഞ്ഞ മുഴുവൻ കാര്യം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അത് മറ്റു മതങ്ങളിൽ എവിടാണ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞുതരാം. അത് പല്ലിവാലാണ്. അംഗീകരിക്കരുത്. പല്ലിവാലാണ്. അംഗീകരിക്കാൻ പാടില്ല. നുണ പറഞ്ഞ് അംഗീകരിക്കരുത്. അല്ല ഞാനതൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു മറ്റു മതങ്ങളിലും ഈ പറഞ്ഞ ശിർക്കുണ്ടെന്ന് പറഞ്ഞു. അടിക്കാൻ വടി കൈ കെട്ടിക്കഴിയുമ്പോൾ നിങ്ങളായിട്ട് പിടിച്ചു മാറ്. രാജിക്ക അടിക്കാൻ വടി കിട്ടുമ്പോ നിങ്ങൾ പിടിച്ചു. ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ. എന്റെ പൊന്ന് ജാക്കിച്ച ഒരു കാര്യം പറഞ്ഞോട്ടെ. അതിനകത്ത് ഞാൻ കിങ്ങിനോട് സിമ്പിൾ എല്ലാം പുള്ളി എങ്ങോട്ടും പോവില്ല. പുള്ളിയെ ഞാനിവിടെ പിടിച്ചിടാന്നേ. അല്ല തലക്കരെ പുള്ളിയെ ഞാൻ എങ്ങോട്ടും കൊണ്ടുപോയാ ഇവിടെ പിടിച്ചു ഞാൻ തരാം. അതിനകത്ത് പുള്ളി ഇത്രയും പറയട്ടെ ചോദിക്കണോ? അദ്ദേഹത്തോട് എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. അദ്ദേഹം ബാലൻസ് ചെയ്യുന്ന ഇതെല്ലായിടത്തും മ്യൂട്ടി തിരക്കരെ ഒരു 10 സെക്കൻഡ് ക്ഷമ താങ്കൾക്കില്ലേ? ഞാൻ ഇത്ര ചോദിക്കുള്ളൂ. തലക്കര ഈ പറഞ്ഞു താങ്കൾ എല്ലായിടത്തും ഈ സംഭവം ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ താങ്കൾ ഇപ്പൊ കുറെ ആയത്തുകളും മറ്റു സംഭവം വായിക്കുന്ന ഞാൻ കേട്ടു. എന്റെ ചോദ്യം കഴിഞ്ഞ് നിങ്ങൾ എത്ര കൗണ്ടർ ചോദിച്ചു, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം ആ രീതിയിൽ താങ്കൾ ഈ പറഞ്ഞ മറ്റു മതവിഭാഗങ്ങൾ ഇതേ സംഭവം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ആയത്തല്ലെങ്കിൽ വേദങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ അവരുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന സംഭവം അത് എവിടെ പറഞ്ഞിരിക്കുന്ന താങ്കളൊന്ന് പറയണം. അത്രയും മാത്രം കേട്ടാൽ മതി. നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടോ? എത്ര അമ്പലങ്ങളിൽ ബോർഡ് ആ ഹിന്ദുക്കൾക്ക് പ്രവേശനം എന്റെ അടുത്തുള്ള കുളത്തിലടക്കം എഴുതി വെച്ചിരുന്നു. അപ്പൊ എന്താ ഭയങ്കര ഇൻക്ലൂസീവ് ആണോ? എനിക്ക് ശബരിമലന്റെ ഉള്ളിൽ പമ്പ കഴിഞ്ഞ് പോകാൻ പറ്റുമോ? എല്ലാ മതത്തിലും അങ്ങനത്തെ ഒരു ഇതുണ്ട്. എല്ലാ മതത്തിലും ഈ പറയുന്ന പോലെ ആ മതത്തിലെ ആളുകളെ പ്രിവിലേജ് ആയിട്ട് കാണുന്നുണ്ട്. പുള്ളി എന്നെയാണ് ആ മതത്തിലെ ആളുകൾ ഓരോ മതത്തിലെ ആൾക്കാർ ആ മതം പ്രിവിലേജ് ആയിട്ട് കാണുന്നുണ്ട്. ഒന്നും മിണ്ടാതിരിക്കും, ഒന്ന് മ്യൂട്ട് അടിക്കും ബാക്കിയുള്ള ആൾക്കാർ. ഇങ്ങനെ എല്ലാവരും സംസാരിക്കാനുള്ള എനർജി എനിക്കില്ല. തലക്കര ചിന്ന തെറി വിളിച്ചാണ്ട് അവസാനമായിരിക്കും ഞാൻ ഉറപ്പാൻ പറയുന്നത്. ഞാൻ എന്നാ തുരുതുരാ തെറി വിളിക്കൂ. ഒരു വട്ടം കേട്ട് ക്ഷമിച്ചിരുന്ന വിളിച്ചാൽ ഞാൻ തെറി വിളിക്കും. മുഹമ്മദിനെ തെറി വിളിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. ചിന്ന തെറി വിളിക്കണ്ട. തലക്കിൽ എല്ലാരും പറയുന്ന കേൾക്കുന്നില്ല. തലക്കിൽ പറയുന്ന കേൾക്കുന്നില്ല. ഒന്ന് മ്യൂട്ട് ചെയ്തേ. അല്ല ഒരാളെ കണ്ണനെ എടുക്കണ്ട. ചോദിച്ചിട്ട് മറുപടി ഇവിടെ കണ്ണൻ സംസാരിക്കുന്നുണ്ടോ? ഇല്ല, അതിന് ഞാനൊരു ചോദ്യം ചോദിച്ചു. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. എല്ലാ കണ്ണൻ സംസാരിച്ചിട്ട് തലക്കലോട്ടാ വരുന്നത്. അപ്പം പുള്ളി എനിക്കാണ് ഉത്തരം തരുന്നത്. അതിലെന്തേലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രം തലക്കിലപ്പെട്ടാൽ മതി. അവിടെ നിൽക്കട്ടെ, ഞാനുണ്ടല്ലോ ഇവിടെ മുമ്പില്.
അപ്പം എന്റെ ചോദ്യം വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ചോദ്യം എന്താ വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ? അല്ലെങ്കിൽ അതിന് ഉത്തരം താങ്കൾ പറയുക. അത് ഇച്ചിരി മൈക്ക് ചേർത്ത് പിടിച്ച് പറയണമെന്ന് ഞാൻ കിങ്ങിനെ അപേക്ഷിക്കുന്നു. കാരണം എനിക്കൊരു എക്കോ അടിക്കുന്ന പോലെ താങ്കളുടെ അടുത്ത് വന്നു. ചോദ്യം റിപ്പീറ്റ് ചെയ്യണോ? ഇല്ല, ആ ചോദ്യം പ്രസക്തമല്ല കണ്ണൻ. ജാക്കി താഴെ പോവേ, അല്ല, ഒരു മൈക്ക് എടുക്കല്ലേ. കിങ്ങും കണ്ണൻ തമ്മിലല്ല സംസാരിക്കുന്നത്. കണ്ണൻ ചോദ്യം ചോദിച്ചോളൂ ഒന്നുകൂടെ. ഞാൻ ചോദ്യം പ്രസക്തമല്ലെന്ന് കിങ്ങിന് ഒരു ക്ലെയിം ഉണ്ടോ? അല്ല, ഞങ്ങൾ ക്ലെയിം ഉണ്ട്. ഞങ്ങൾ തലക്കിലെ മൈക്ക് എടുക്കല്ലേ, തലക്കിലെ മൈക്ക് എടുക്കല്ലേ. മ്യൂട്ട് ചെയ്തേ. കിങ് മറുപടി പറഞ്ഞോളൂ. ഓക്കെ, തലക്കലെ കിങ് മറുപടി പറഞ്ഞാൽ താഴോട്ട് പോകും. ഒന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞത് കേൾക്കുന്നില്ല. വേസ്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞ കാണുന്നത്. കേൾക്കുന്നില്ല, നിങ്ങൾ പറയുന്ന കേൾക്കുന്നില്ല. ആദ്യം കിങ് സംസാരിക്കാമോ? കണ്ണൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാമോ? താല്പര്യം? എല്ലാ മതത്തിലും ഇപ്പൊ ഇസ്ലാമിലാണെങ്കിലും ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും ഈ പറയുന്ന ജൂയിസത്തിലാണെങ്കിലും അന്യമത വിദ്വേഷവും അന്യമത ഹേട്രഡും സ്വന്തം മതത്തിലെയും സ്വന്തം ജാതിയിലെ ആൾക്കാർ പ്രിവിലേജ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അത് എല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ്. അല്ലാതെ മറ്റുള്ള മതത്തെ കൊല്ലണമെന്നൊക്കെ ആഹ്വാനം നടത്തുകയും എടാ ഒന്ന് പറയട്ടെ എന്റെ തലക്കലെ. ഞാൻ താഴെ എടുക്കല്ലേ, പുള്ളി എടുക്കല്ലേ, പ്ലീസ് ആരും എടുക്കല്ലേ മോഡറേറ്റേഴ്സ്. ഈ പറയുന്ന പോലെ പിന്നെ ഒരു മതത്തെ, പിന്നെ ക്രിസ്ത്യാനി മാത്യു 22:29, ഓക്കെ, ലൂക്ക 6:27, ജോണ് 14:6, റോമൻസ് 12:18 ഒക്കെ എടുത്ത് നിങ്ങൾ നോക്കിക്കോ. ഒരുപാട് എക്സാമ്പിൾ തരാൻ പറ്റും. ഈ പറഞ്ഞ നിങ്ങൾ വായിച്ചാൽ മതി. ഞാനത് വായിച്ചിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ ഈ പറഞ്ഞ ഇന്ത്യ പീനൽ 306 വകുപ്പ് 308 വകുപ്പ് അതൊക്കെ നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കുക. ഖുർആനിലെ ഒരു വായത്തുണ്ട്. ഞാൻ ഈ പറയുന്ന ഞാൻ പറയട്ടെ, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ ഖുർആനിലെ 2:46 പറഞ്ഞില്ല, 2 ഹദീസ് മുന്നേ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അല്ലദു യത്തലിഉ ഫീ ദുനിയാ ഫിൽ കുബാറുദ് ദുനിയാ അൽ മാഫി ദീനിൽ അല്ലാഹ് അൽ ഷിർക്കു അന്നഈ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാല് ഈ പറയുന്ന എന്താണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തെ പങ്കു ചേർക്കുകയും വിശ്വാസികളായ ആൾക്കാർ ദൈവത്തെ പങ്കു ചേർക്കുകയും മറ്റുള്ള ദൈവത്തെ തൊട്ട് ആരാധിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ തടയണം. നിങ്ങൾ അവരെ തടയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അത്തരം ആൾക്കാർ ഷിർക്ക് 7 വൻകുറ്റങ്ങളിൽപ്പെട്ട ഒരു വിഭാഗത്തിൽ പെടും. പക്ഷേ എല്ലാം തീരുമാനിക്കുന്നത് അള്ളാഹു ആണ് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. 2:46 അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. 2:46 വായിച്ചോ. ജാക്കറ്റാനെ വടി തരാം. എല്ലാവർക്കും നോക്കിയാൽ കിട്ടുമല്ലോ. എന്റെ വടി ഇരിക്കുകയാണല്ലോ, ഞാൻ അടിക്കട്ടെ. സംസാരിച്ചു കഴിഞ്ഞോ? പിന്നെ ബൈബിളിലെ പിന്നെ ഇവര് ചോദിച്ചു മറ്റുള്ള മതങ്ങളിലൂടെയാണ് അന്യമത വിദ്വേഷം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ അർത്ഥം വായിച്ചുതരാം. ഒരു മിനിറ്റ്. ഇനി ആർക്കും വേണ്ട ബൈബിൾ അഗെയിൻസ്റ്റ് അതർ റിലീജിയൻ കോട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതർ റിലീജിയൻ ആദ്യം ചോദിച്ചതിന് മറുപടി കിട്ടിയിട്ട് അതിലേക്ക് പോവാം. ആയിക്കോട്ടെ. മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. എനിക്ക് അങ്ങനെ അസഹിഷ്ണുതൊന്നും ഇല്ലല്ലോ ഈ ശാഖാ കുണ്ടന്മാരെ പോലെ. അങ്ങനെ പറയില്ല. ഒരു സെക്കൻഡ്, ഞാൻ വടി അങ്ങോട്ട് തരാം. അത് പിന്നെ അടിക്കുമ്പോൾ ആ രീതിയിൽ അടിച്ചാൽ മതി. താഴെ ജാക്കറ്റാൻ ചോദിച്ച ചോദ്യം വ്യക്തമാണ്. അതിനകത്ത് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം ബാലൻസിങ് തിയറിയായിട്ട് മറ്റേ ലൂക്ക 22:10, മറ്റേ മത്തായി 8:10 സുവിശേഷം, ഇന്ത്യൻ പീനൽ കോഡ് 316 എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അത് സിമ്പിൾ ഒരു ചോദിച്ചു, ഇതൊന്ന് ഡിഫെൻഡ് ഞാൻ ഹിന്ദു ആണോ, എനിക്ക് ഇതിനൊന്നും അർത്ഥം അറിയില്ല. പക്ഷെ അദ്ദേഹം പോയി വേണേ പോയി വായിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മളൊരു ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ മിനിമം ചെയ്യേണ്ട ഫസ്റ്റ് ഈ എല്ലാത്തിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. പക്ഷെ നിങ്ങൾ സിർക്കിനെ കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് അത് ഭയങ്കര ഇതായിട്ട് മറ്റേ പറഞ്ഞു മറ്റേ ഒന്ന് മ്യൂട്ട് ചെയ്ത. ഇവിടെ നാസർ ബ്രോ വന്നിട്ടുണ്ട്. കിങ്ങിന് എന്തൊക്കെയോ സംശയമുണ്ട്. കിങ് പറയുന്നത് ഷിർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ്. നാസർ ബ്രോ ഒഴിവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കും. അത് കണ്ണൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. കണ്ണൻ പറയട്ടെ. ഇവിടെ 1 to 1 പോയിക്കൊണ്ടിരിക്കുക, എവല്യൂഷൻ നോട് ചെയ്തോണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് നാസറിക്ക സംസാരിച്ചു. കണ്ണന്റെ മറുപടി കേട്ടിട്ട് നമുക്ക് നാസറിക്കയിലേക്ക് പോവാം. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ മാത്രമാണ്. നാസർ ഭായി വന്ന സ്ഥിതിക്ക് എനിക്ക് കാരണം എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. തൽക്കാലം സംശയങ്ങൾ മാത്രം. നാസർ ഭായി വന്നിട്ട് മോഡറേറ്റർമാരും എല്ലാ ബഹുമാനത്തിലും നാസർ ഭായി ചോദ്യം ചോദിക്കാമോ? ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും.
ഇപ്പം നാസർ ഭായി എന്റെ ചോദ്യം ഇതായിരുന്നു. ചോദ്യം ചോദിച്ചു അദ്ദേഹം പറഞ്ഞ സിർക്ക് എന്ന് പറയുന്ന സംഭവത്തിനകത്ത് മുസ്ലിങ്ങൾക്ക് ഒരു ഇതുണ്ട് സംഭവം ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള സംഭവമാണ്. പിന്നെ പുള്ളി എന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഈ എല്ലാ വിഭാഗങ്ങളിലും ഈ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം കുറച്ച് ലൂക്ക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സംഭവം ഉണ്ട്. പക്ഷെ പുള്ളി ഒന്നും ഡെഫിനിഷൻ പറഞ്ഞില്ല. ഹിന്ദുക്കളെ തൊട്ടിട്ടില്ലല്ലോ, പുള്ളി അത് മാറ്റി വെച്ചു സൈഡിലേക്ക്. അപ്പം നാസർ ഭായി ഇതിന് ഉത്തരം പറഞ്ഞെനിക്ക് ഏറ്റവും വാലിഡിറ്റി കേൾക്കാൻ ഞാൻ ഭയങ്കര സന്തോഷമായിരിക്കുന്നു. അത് കിങ് വേഴ്സസ് നാസർ ഭായി പോട്ടെ, അതായിരിക്കും നല്ല ഇത്. എനിക്ക് അത്ര ഓക്കെ, അറിവില്ലാത്തതുകൊണ്ടോ ഇതിനെ കുറിച്ച്. കണ്ണന്റെ ചോദ്യത്തിന് ഉത്തരം നാസർ ഭായിക്ക് അറിയാമെങ്കിൽ പറയാം. അല്ല അതോടൊപ്പം കിങ് തന്നെ ഹോൾഡ് കിങ് ചെയ്യണം. വേറെ ഇതും കൂടി പറഞ്ഞിരുന്നു, അതും എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതായത് അള്ളാഹു വിചാരിച്ചാൽ ഇത് ശിർക്കും പുറത്തു കൊടുക്കാം എന്നും പറഞ്ഞിരുന്നു. അപ്പൊ അതിനെ പറ്റിയും അറിയാം. നാസറിക്ക എടുക്കാമോ? ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് പറയാം. കിങ്ങുമായിട്ട് ഇതൊന്നുമില്ല. കിങ്ങുമാ തെറിയും തന്തയ്ക്ക് വിളിയും വിളിക്കുന്ന ആളാ. പുള്ളിയുമായിട്ട് വാദപ്രതിവാദത്തിനൊന്നും ഞാനില്ല. പുള്ളി ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന്റെ തന്തയ്ക്ക് വിളിയും തെറിയും വിളിക്കുന്ന ഇല്ല ആളാ. പ്ലീസ്, നിങ്ങൾക്ക് എന്നെ അറിയാവുന്നതാണ്. ഒരാളെ അതുകൊണ്ട് പുള്ളിയുമായിട്ടൊന്നുമില്ല. പേരെടുത്ത് ഞാൻ എന്റെ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. പറയാം. എന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങളെ പറയാം. സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അദ്ദേഹത്തെ പരാമർശം മ്യൂട്ട് ചെയ്യല്ല. ചെയ്യണം. ഓക്കെ, കിങ് അദ്ദേഹത്തെ മ്യൂട്ട് മ്യൂട്ട് പുള്ളി ചെയ്യണം. പറയട്ടെ. മ്യൂട്ട് അദ്ദേഹത്തെ മ്യൂട്ട് ചെയ്യേ. അപ്പൊ പുള്ളിയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് പുള്ളിയുമായിട്ടൊന്നും ഞാൻ സംവാദത്തിനോ ഒന്നുമില്ല. ഞാൻ സ്റ്റേറ്റ്മെന്റ് പറയാം. ഖുർആൻ അനുസരിച്ച് ഷിർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കുക. ഷിർക്ക് ഒഴികെ വേറെ എന്ത് വേണമെങ്കിൽ അള്ളാഹ് പുറത്തു കൊടുക്കുന്നു. അതായത് മാതാവിനെ വിഭജിച്ചാൽ പോലും നിങ്ങൾക്ക് പുറത്തു കിട്ടും. നിങ്ങൾ കൊലപാതകം ചെയ്താലും പുറത്തു വിടുക. ഷിർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കുക. ഷിർക്ക് ഒഴികെ ബാക്കി എന്തും അള്ളാഹ് പുറത്തു കൊടുക്കും എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ഷിർക്ക് എന്ന് പറയുന്നതിന് അതായത് അള്ളാഹുവിൽ പങ്കുചേർക്കുക. അള്ളാഹുവിൽ പങ്കുചേർക്കുക, അതായത് വേറൊരു ദൈവത്തെ ആരാധിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം കിട്ടും. അതിനകത്ത് മുജാഹിദ് ബാലുശ്ശേരി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ആർക്കെങ്കിലും വിശ്വാസ ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പ്രസംഗം നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. അവിടെ ക്ലിയർ ആയിട്ട് പുള്ളി പറയുന്നുണ്ട്. പിന്നെ ഓരോരോ തെറ്റുകൾ എടുത്തു പറഞ്ഞു പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പുറത്തു കിട്ടും. പക്ഷെ ഷിർക്ക് അള്ളാഹ് പുറത്തു തരികയില്ല. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന അള്ളാഹ് ഒരു കാരണവശാലും പുറത്തു തരിക. കാരണം ഖുർആൻ 9:28 പറയുന്ന അയ്യുഹല്ലദീനാമനു ഇന്നമൽ മുശ്രിക്കൂന നജസുന്ന, അതായത് ഷിർക്ക് ചെയ്യുന്നതിനെ നജസ് എന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അല്ലയോ മുസ്ലിമീങ്ങളെ, ബഹുദൈ വിശ്വാസികൾ അശുദ്ധരാകുന്നു എന്നാണ് 9:28 അർത്ഥം. 9:5 പറയുന്ന ഇക്കത്തുള്ളിൽ മുശ്രിക്കൂന കൈശുന്ന, അതായത് ബഹുദൈ വിശ്വാസിയെ കാണുന്നിടത്ത് വെച്ച് വധിക്കുക. അത്രയധികമാണ് ബഹുദൈ വിശ്വാസം. നജസാക്കിയിരിക്കുകയാണ്, അശുദ്ധമാക്കിയിരിക്കുക. ഇപ്പൊ ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ബഹുദൈ വിശ്വാസികൾ, അവരെ അശുദ്ധരാക്കിയിരിക്കുക. ഖുർആൻ നജസ എന്ന് പറഞ്ഞിരിക്കുന്ന ഒന്ന് ശവം, ഒന്ന് രക്തം, ഒന്ന് പന്നിമാംസം, ഒന്ന് അള്ളാഹുവിന്റെ പേരിലല്ലാതെ അർക്കപ്പെടുന്ന മാംസം. അതിന്റെ കൂടെയാണ് ബഹുദൈ വിശ്വാസികളെ പെടുത്തിയിരിക്കുന്നത്. മനസ്സിലാക്കണം. അതായത് ശവത്തോടും രക്തത്തോടും പന്നിമാംസത്തോടുമാണ് ബഹുദൈ വിശ്വാസികളെ ഖുർആൻ പെടുത്തിയിരിക്കുന്നത്. ഷിർക്ക് ഒഴികെ ബാക്കി എന്ത് വേണമെങ്കിലും അള്ളാഹ് പുറത്തു കൊടുക്കും. പക്ഷേ ഷിർക്ക് അള്ളാഹ് ഒരു കാരണവശാലും പുറത്തു കൊടുക്കുക. അത് ഖുർആന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ. എവല്യൂഷൻ ക്ലിയർ ആയോ? സാക്ഷി സാക്ഷി ക്ലിയർ ഒക്കെ അല്ലേ? ആയല്ലോ. എന്നാ കിങ് എടുത്തോ. കിങ്ങിനോട് പറയട്ടെ, ഓക്കെ, കിങ് ഞാൻ പറയാം പറഞ്ഞു കൊടുത്താൽ മതി. അല്ല പ്ലീസ്, ഇവിടെ ഞാൻ പറഞ്ഞത് എല്ലാ മതങ്ങളും അവരവരെ പ്രിവിലേജ് ആയിട്ട് കാണുന്നുണ്ട്. പുറപ്പാട് 20:3-5 ഞാനല്ലാത്ത ദൈവങ്ങളെ ഇവിടെ ക്രിസ്ത്യാനികൾ ആരും ഇല്ല. let me complete. ഇവിടെ ആരും ഇല്ല. അതായത് രണ്ട് കാര്യം പറയാം. ഞാനല്ലാത്ത വേറെ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മുകളിൽ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലോ ഉള്ള ഒന്നിനെയും പ്രതിമയോ സാദൃശ്യമോ നീ ഉണ്ടാക്കരുത്. നീ അവയെ വണങ്ങരുത്, അവയെ സേവിക്കരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ അസൂയുള്ള ദൈവമാണ്. ഇത് 10 കൽപ്പനയുടെ ഭാഗമാണ്. മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നത് കർശനമായി വിലക്കുന്നു. ആവർത്തന പുസ്തകം 12:30-31. അവർ നിന്റെ മുന്നിൽ നശിപ്പിക്കപ്പെട്ട ശേഷം നീ അവരെ പിന്തുടർന്ന് കെണിയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ഈ ജാതികൾ അവരുടെ ദേവന്മാരെ എങ്ങനെ സേവിച്ചു എന്ന് പറഞ്ഞു അവരുടെ ദേവന്മാരെ കുറിച്ച് അന്വേഷിക്കരുത്. ഞാനും അങ്ങനെ തന്നെ ചെയ്യും. നിന്റെ ദൈവമായ കർത്താവിനോട് നീ അങ്ങനെ ചെയ്യരുത്. മറ്റ് സംസ്കാരങ്ങളിൽ നിന്നുള്ള മതപരമായ ആചാരങ്ങൾ സ്വീകരിക്കുന്നതിനെതിരെയുള്ള മുന്നറിയിപ്പാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. കൊറിന്ത്യൻ 10:20. എന്നാൽ ഞാൻ പറയുന്നു, ജാതികൾ ബലി അർപ്പിക്കുന്ന ദൈവത്തിനല്ല, പിശാചുക്കൾക്കാണ്. ബലി അർപ്പിക്കുന്നത് നിങ്ങൾ പിശാചുക്കളുമായി കൂട്ടായ്മ പുലർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ള ക്രിസ്തവരല്ലാത്ത മതപരമായ ആചാരങ്ങൾ ഭൂതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പൗലോസ് വാദിക്കുന്നു. യോഹന്നാൻ 14:6. യേശു അവനോട് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തണമെന്നില്ല. രക്ഷ യേശുവിൽ മാത്രമേ ആകാൻ പാടുള്ളൂ എന്ന് പറയുന്ന സാധനം. കൊറിന്ത്യൻ 14:16. നിങ്ങൾ അവിശ്വാസികളുമായി ഇണചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് കൂട്ടായ്മ? വെളിച്ചവും ഇരുട്ടും തമ്മിൽ എന്ത് കൂട്ടായ്മ? ക്രിസ്തുവിന്
ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? അവിശ്വാസിയുമായി വിശ്വസിക്കുന്നത് എന്ത് പങ്കാണുള്ളത്? ഈ വാക്യം ക്രിസ്ത്യൻ വിശ്വാസികളെ സഹവസിക്കുന്നതിൽ നിന്ന് ഈ വാക്യം ക്രിസ്ത്യാനികൾ അവിശ്വാസികളെ സഹവാസിക്കുന്നത് ഈ പറയുന്നവർ നിരുത്സാഹപ്പെടുത്തുന്നു. ഗലാത്യർ 1:8. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതല്ലാതെ മറ്റൊരു സുവിശേഷം ഞങ്ങളോ സ്വർഗത്തിൽ നിന്നുള്ള ഒരു ദൂതനോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ക്രിസ്തീയ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഏതെങ്കിലും മതപരമായ പഠിക്കലുകൾ സ്വീകരിക്കുന്നതിൽ നിന്ന് ഇത് മുന്നറിയിപ്പ് നൽകുന്നു. ഇനിയിപ്പോ ഏത് മതത്തിന് നിങ്ങൾക്ക് വേണ്ട? എല്ലാ മതവും ഇത്തരത്തിലുള്ള അന്യമതങ്ങളെ, അന്യദൈവങ്ങളെ വിശ്വസിക്കുന്നതുമായി ബന്ധപ്പെട്ട് എതിർക്കുന്നുണ്ട്. അവരാണ് പ്രിവിലേജ് ആയിട്ട് കാണുന്നത്. മനസ്സിലായി? എല്ലാ മതങ്ങളിലും ഉണ്ട്. ഓക്കെ 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 ഈ പറയുന്ന പോലെ ഓക്കെ കിങ് ഇത് മനസ്സിലായി, രണ്ടെണ്ണേ കിങ് മനസ്സിലായി. ആർക്കാ പറഞ്ഞത്? മൂന്നാമത്തെ കിങ് പറഞ്ഞില്ല. മനസ്സിലായി. ഒരു ഇല്ല, സെക്കൻഡ് മൂന്നാമത്തെ ഞാനൊന്ന് പറഞ്ഞു. പറഞ്ഞോട്ടെ. കണ്ണ ഒരു സെക്കൻഡ്. കണ്ണ് ഇപ്പം തൽക്കാലം മ്യൂട്ട് ചെയ്ത് നിങ്ങള് വെച്ചേക്കാം. സാക്ഷി, ഇപ്പൊ നിങ്ങളെല്ലാരും കേട്ടല്ലോ പുള്ളി എന്താണ്, ഞാൻ എന്താണ് പറഞ്ഞ, പുള്ളി എന്താ അല്ല, പറഞ്ഞ. ഞാൻ താങ്കള് എന്നോട് പയർ ബൈബിളിനെ പറ്റി ഒന്നും പ്രയോഗിക്കുന്ന ചോദ്യം ചോദിച്ചിട്ടില്ല. എന്നാണ് അങ്ങേര് പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇവിടെ പയറിന്റെ അല്ല കാര്യം ഞാൻ അതുകൂടെ പറയാണ്. ഒരു സെക്കൻഡ് സാക്ഷി, ഒരു സെക്കൻഡ്. അപ്പൊ എന്നോട് എന്താണ് ചോദിച്ചത്, ഞാൻ എന്താണ് മറുപടി പറഞ്ഞു, പുള്ളി എന്താണ് പറഞ്ഞത്? എന്നോട് ഖുർആനെ പറ്റിയാണ് ചോദിച്ചത്. ഞാൻ ഖുർആനെ പറ്റിയാണ് പറഞ്ഞത്. പുള്ളി അപ്പൊ പോയി ബൈബിൾ എടുത്തോണ്ട് വരിക. ബൈബിളിനെ പറ്റി എന്നോട് ആരും ഒന്നും ചോദിച്ചിട്ടില്ല. ഖുർആനിലെ കാര്യമാണ് ഇവിടെ ചോദിച്ചത്. ബൈബിൾ ഞാൻ വിട്ടുകൊടുക്കാൻ ഖുർആനിലെ മറുപടി പറഞ്ഞു. അരി എത്ര വേറഞ്ഞാരി എന്നാണ് മറുപടി കേട്ടത്. ഖുർആനും തെറ്റാണ്, ബൈബിളും തെറ്റാണ്, രാമായണം തെറ്റാണ്, മഹാഭാരതം തെറ്റാണ്, ഇവിടെ എല്ലാം ഇതൊന്നല്ല പ്രിവിലേജ്ഡ് വിഷയം. ആണ് ഇവിടെ ഒരു വിഷയം എന്നാണ് അമീർ വെച്ചിട്ട് വാസുപ്പടിയുടെ വാദം. അല്ലാതെ ബൈബിൾ എനിക്ക് ചെലവ് വരുന്നില്ല, ആയിട്ടുള്ള ഖുർആൻ എനിക്ക് ചെലവ് വരുന്നില്ല, സംഗതികളെ രാമായണം എനിക്ക് പറ്റി ചെലവ് വരുന്നില്ല. എല്ലാവർക്കും എല്ലാവരും കിങ് ഒരേ ഒരു സെക്കൻഡ്, തന്നെയാണ്. കിങ് ഒന്ന് മ്യൂട്ട് ചെയ്തേ, തമ്മിൽ ഭേദം കിങ് ഒന്ന് തൊന്നലില്ല. മ്യൂട്ട് ചെയ്തേ, ഇല്ല, കിങ് ഒന്ന് മ്യൂട്ട് ഇല്ല. ചെയ്തേ, ഇങ്ങനെ ആവശ്യ സമയം കിങ് കൊടുക്കും. മ്യൂട്ട് അപ്പൊ ചെയ്തേ. എന്ന് പറയാം, ഈ ചോദ്യം ഉത്തരം കേൾക്കാൻ കണ്ണൻ ഒരു സെക്കൻഡ്, ഞമ്മയുടെ കാണിക്കണം കേട്ടോ. കണ്ണ ഒരു സെക്കൻഡ്, കണ്ണ ഒരു സെക്കൻഡ്, കണ്ണൻ കണ്ണൻ മൈക്ക് മ്യൂട്ട് എടുക്കണ്ട. ചെയ്തേ, കണ്ണൻ മ്യൂട്ട് ചെയ്തേ. സാക്ഷി ചോദ്യം ചോദിച്ചേ, സാക്ഷി എന്താ ചോദിക്കാനുണ്ട് കിങ്ങിനോട്? അല്ല, എന്റെ ചോദിച്ചു, ഞാൻ കിങ്ങിനോട് ചോദിച്ചു. കിങ് നേരത്തെ പറഞ്ഞപ്പോ ഇത് തെറ്റാന്ന് പറഞ്ഞു. കിങ്ങിന് അത് പറയാനില്ല. കിങ് മറ്റേ നാസർ ബ്രോ കൃത്യമായി പറഞ്ഞപ്പോ മൂപ്പര് വേറെ എന്തൊക്കെയാണ് എടുത്തു കൊണ്ടുവരുന്നത്. മൂപ്പര് ബുദ്ധന്മാരെ പുസ്തകമൊക്കെയാണ് എടുത്തു കൊണ്ടുവരുന്നത്. അതിന്റെ അകത്തും തെറ്റുണ്ട്. ഞാൻ ജഗദീഷ് പറയുന്നില്ല, ഞാൻ മാത്രമല്ല ഓരുണ്ട് എന്ന് പറയുന്ന മാതിരത്തെ ഡയലോഗാണ് മൂപ്പര് അടിക്കുന്നത്. നമുക്കതല്ല വേണ്ടത്. കറക്റ്റാ. ഞാൻ ഇസ്ലാമിന്റെ ആളൊന്നല്ല, വേണ്ടത് എല്ലാരും ഉണ്ട്. കറക്റ്റാ. സാക്ഷിയോട് ഞാൻ യോജിക്കുന്നത്. ഞാൻ മാത്രമല്ല, അവരുണ്ട്. നാസർ ഭായി ഉണ്ട്, നാസർ ഭായി പോലെ ശാഖാ പൊട്ടന്മാരുണ്ട്, എല്ലാരും ഓക്കെ ഉണ്ട്. കിങ് അങ്ങനെ പറയല്ലേ, അതിന്റെ പോലെ വിട്. ഒരു മിടുക്കൻ ഞാനും ഞാത്ര പൊട്ടന്മാരാണ്. ഒരു മിടുക്കനുണ്ടല്ലോ, ഓക്കെ ആ മിടുക്കൻ ശരി, പറഞ്ഞ കണ്ണൻ കേൾക്കാനുള്ള മ്യൂട്ട് ചെയ്തേ. ഓക്കെ കണ്ണ വിട്. ബിനോയ് വന്നിട്ടുണ്ട്. ബിനോയ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ. ഈ ബിനോയ് ബഹുദൈവ വിശ്വാസം, ശിർക്കിന് ബഹുദൈവ വിശ്വാസം എന്നല്ല, ബഹുദൈവ വിശ്വാസം എന്ന് വേണം പറയാൻ. ഈ അന്യവിശ്വാസികളെ അല്ല വെറുക്കുന്നത്, അവരുടെ ആ വിശ്വാസത്തിന് ആധാരമായിട്ടുള്ളതുണ്ടല്ലോ, അതിനെയാണ് വെറുക്കുന്നത്. അതായത് അള്ളാഹുവിൽ പങ്കാളികളാക്കുന്നതിനാണ് വെറുക്കുന്നത്. അല്ലാതെ അള്ളാഹുവിൽ പങ്കാളിത്തം വഹിക്കുന്നവര്, അത് വിശ്വസിക്കുന്നവരെ അല്ല വെറുക്കുന്നത്. ഇപ്പൊ ജീവിത കാലഘട്ടത്തിൽ ഉടനീളം ആരെങ്കിലും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ശിർക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മരിക്കുന്നത് വരെ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമുണ്ട്. ഇത് ഓരോ സന്ദർഭത്തില് ഇറങ്ങിയിട്ടുള്ള ആയത്തിന് മൊത്തമായിട്ട് വിശദീകരിക്കുന്നതിന്റെ പ്രശ്നം അത്. നമുക്ക് ഈ മതപണ്ഡിതന്മാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട്. അവര് ഈ ആവേശം കൊണ്ട് അവര് സംയമനം മറക്കും. സഹിഷ്ണുതയോട് കൂടി പറയേണ്ട ആയത്തുകളെ അവര് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആവേശം കൊണ്ട് തീവ്രതയില് രോഷത്തിലൊക്കെയാ പറയാം. അത് വലിയൊരു പ്രശ്നമാണ് അത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാസർ പറയുന്നത്, നാസറിന്റെ ഐഡിയോളജി നമുക്ക് അറിയാം, എല്ലാവരുടെയും ഐഡിയോളജി നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഈ എന്ത് തെറ്റ് ചെയ്താലും പൊറുക്കുമെന്നല്ല പറഞ്ഞിട്ടുള്ളത്, പൊറുത്തേക്കാം എന്നാണ് പറയുന്നത്. അതായത് ശിക്ഷ നൽകിക്കൊണ്ട്, നിശ്ചിത കാലം ശിക്ഷ നൽകിക്കൊണ്ട് ശുദ്ധീകരിച്ചിട്ട് സ്വർഗത്തിൽ കിടത്തുന്നതാണ്. അല്ലാതെ അമ്മയെ ഭോഗിച്ചാൽ പൊറുക്കുമെന്നല്ല അതിന്റെ അർത്ഥം. പൊറുത്തേക്കാം. എന്തുകൊണ്ട് ഈ മറ്റേ ഈ ശിർക്കിനെ വെറുക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കില് സ്രഷ്ടാവ് ഏകനാണ് എന്ന ഉറച്ച തത്വത്തിലാണ് നിൽക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ അതിൽ പങ്കാളികളാക്കുമ്പോ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ കളികൾ വരും. മനുഷ്യരൂപത്തിലും മൃഗരൂപത്തിലും ഒക്കെ വരുമ്പോൾ അത് ഒരു തത്വം അല്ലെങ്കിൽ ഒരു ആദർശം ഒന്നും പറയാൻ പറ്റില്ല. കളികൾ മാത്രമാവും അവിടെ. കളികൾ വരുമ്പോൾ അവിടെ ഇതില്ല, എന്തില്ല, ഈ പറഞ്ഞ പോലെയുള്ള ദൈവം എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിക്കില്ല. ആരാധ്യ തത്വം ഇല്ല. തത്വം എന്ന് പറയുന്നതേ ഇല്ല അവിടെ. അവിടെ കുറെ ദേവന്മാര്, ദേവിമാര്, ശരിക്കും ഒരു ഭൂതങ്ങളാണ്. മറ്റേ ഇസ്ലാമിക ഭാഷയിൽ ശൈത്താൻ ജിന്നുകൾ എന്നാ പറയാ.
അതായത് തോന്നിയ പോലെ ഒരു തത്വവും ഇല്ലാതെ തോന്നിയ പോലെ ജീവിക്കുന്ന ശക്തികൾ, ഭൂതശക്തികളാണ് ഇവര്. അപ്പോ കുറ്റപ്പെടുത്താൻ വേണ്ടി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങളൊരു പ്രതിപക്ഷ ബഹുമാനം കൊടുക്കുക. അല്ലാതെ പിടലിക്ക് വെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആധികാരികമായിട്ട് എടുത്തു പറയേണ്ട കാര്യമില്ല. അതൊക്കെ ഒരു സന്ദർഭത്തിലാണ് വരുന്നത്. ഈ മതപണ്ഡിതന്മാരുടെ ഒരു ദൂഷ്യതാണ്, അവർക്ക് ആവേശം കൂടുതല. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. സംയമനം പാലിക്കേണ്ട, സഹിഷ്ണുത പാലിക്കേണ്ട മതപണ്ഡിതരൊക്കെ ആവേശത്തില് ഇങ്ങനെ പൊട്ടി പുറപ്പെടുകയാണ്. മുജാഹിദ് ബാലുശ്ശേരി ഉൾപ്പെടെയുള്ളവരെ പറയുന്നത്. മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു വീഡിയോയില് മറ്റേ മുഹമ്മദ് നബി 1000 പേരുടെ ശിരസറുത്തെങ്കില് ആ അറുക്കൽ തന്നെ, ആ കൊല്ലൽ തന്നെ കാരുണ്യാന്ന് പറഞ്ഞു വെച്ചു. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ആവേശം കൊണ്ട് എന്താ പറഞ്ഞു വെക്കുന്നത് മറന്നു പോവാണ്. അങ്ങനെയുള്ള കൊല്ലലിന്റെ ഒരു അധിപനല്ല മുഹമ്മദ് നബി. മുഹമ്മദ് നബി മാത്രമല്ല, അതിനു മുമ്പുള്ള പ്രവാചകന്മാരും അല്ല. മദ്യപാനം, വ്യഭിചാരം തുടങ്ങിയിട്ടുള്ള അല്ലല്ല, നിങ്ങൾ പ്രവാചകന്മാരാ. ലേവിരാവന്മാരെ ആരാധിക്കുമ്പോ നോക്കിക്കോ. മദ്യപാനം, വ്യഭിചാരം തുടങ്ങിയിട്ടുള്ളവ അവിടെ എന്താണ് അനുവദനീയമാണ് എന്ന് വരുന്നുണ്ട്. ഇവിടെ ഇതൊന്നും അനുവദനീയം അല്ലെങ്കിൽ മനുഷ്യനാണ് അതിൽ നിന്നൊക്കെ തെറ്റ് സംഭവിക്കാം. അപ്പൊ അതിനൊക്കെ പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മഹാകാരുണ്യത്തിന്റെ ഭാഗമാണ്. അത് നേരിട്ടല്ല ചെയ്യുന്നത്. ഇപ്പൊ മുഹമ്മദ് നബി വന്നതിന് ശേഷം നേരിട്ട് ശിക്ഷ കൊടുക്കുന്ന ഏർപ്പാടില്ല. അത് പിന്നത്തേക്ക് മാറ്റി വെക്കുകയാണ്.